അനനെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങളിൽ അനന്റെ നമസ്കാരം കേൾക്കാനായിട്ട് ശരിക്കും ഞാനല്ല വികാരിയച്ഛനാണ്. എന്നിരുന്നാലും നീനയുടെ നമസ്കാരത്തിന്റെ സമയത്ത് അനനും വന്നു. അപ്പൊ ഈ 2-3 ദിവസങ്ങളായിട്ട് ഞാൻ അലനെ തിരിച്ചറിയാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ അലനോട് പറഞ്ഞൊരു കമന്റ് ഇങ്ങനെയാണ്: ശാന്തനാണ്, പാവമാണ്. നീനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് നോക്കിക്കോളോ എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ അലനോടാണോ പറയാറ്, നീനന്റെ സാധാരണ പെൺകുട്ടിയെന്നാണ്. ഇവിടെ ഞാൻ തിരിച്ചു പറഞ്ഞു അലനെ നന്നായിട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നീനൊരു പാവമാണ്. ഇവിടെ എല്ലാവരോടും ചോദിച്ചാല്, ഇടവകയെ സംബന്ധിച്ച് ചോദിച്ചാല് വളരെ ശാന്ത പ്രകൃതമാണ്. 2 പേരും ശാന്തമാണ്. അപ്പൊ മാതാപിതാക്കൾക്കാണ് ഉത്തരവാദിത്വം കൂടുതൽ. അപ്പോ വളരെ ശാന്തമായിട്ട് നിങ്ങളുടെ വിവാഹം എന്ന കൂദാശയിലേക്ക് നിങ്ങൾ ഒരുങ്ങുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വൈദികരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. എല്ലാവരോടും ചേർന്ന് പ്രാർത്ഥിക്കുക. വളരെ സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നീന എന്ന് പറയുന്നത് ഇവിടുത്തെ കാറ്റഗിസം അധ്യാപികയാണ്. പള്ളിയിലെ ഗായിക, പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഗായികയാണ്. ഒപ്പം ജോസഫേട്ടനും എല്ലാ ദിവസവും അനുദിനം ദിവ്യബലിയിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നു. ഇന്ന് ഈ ബലിപീഠത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ, ഇന്നത്തെ തിരുകർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങളുടെ ഈ മക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവിക കൃപകൾ കൊണ്ട് ഈ മക്കളെ അനുഗ്രഹിക്കണം. മാതാപിതാക്കളുടെ അനുഗ്രഹവും ബന്ധുമിത്രാദികളുടെ സഹകരണവും കൂട്ടായ്മയും ഈ മക്കൾക്ക് ഇന്ന് നൽകുകയാണ്. ദൈവിക കൃപകൾ കൊണ്ട് ഈ മക്കളെ, ഇന്നത്തെ തിരുകർമ്മങ്ങളെ, സ്നേഹവിരുന്നിനെ എല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണം. ഈ പരിപാടിയിൽ വരാൻ പറ്റാതിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. ഈശോയെ, അവരോട് ചേർന്ന് നമുക്ക് ഭക്തിപൂർവം ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കെടുക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ശാന്തി
പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങേ പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. അനുഗ്രഹസമ്പന്നനായ ദൈവമേ, വിവാഹം എന്ന ഉദാശയോടെ പരസ്പരം മിത്രരാകാനുള്ള ആഗ്രഹവും സന്നദ്ധയും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്ന ഇവർ രണ്ടുപേരെയും കാരുണ്യപൂർവ്വം തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി അവരെടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ശക്തി അവർക്ക് പ്രദാനം ചെയ്യണമേ. വിവാഹ ജീവിതത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കുവാനും ഈ ജീവിതത്തിന് വേണ്ടി സ്വയം വിശദീകരിക്കുവാനും ഇവരെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻപുകളെന്നും ഞാൻ സകലേശാനിൻ തിരുനാമം പാടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും. അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും ആരം സ്തുതിക്കുമെന്നെന്നും. അനവധ്യൻ നമനാദാനിൻ മഹിമയളവിൽ അറിവോ ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോട് കൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കവിഞ്ഞത് പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് രാജ്യത്തുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മതപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് വിശാലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും
ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി എന്നേക്കും. You should remember the words spoken in the past by the holy prophets and the commandment of the Lord and Savior spoken through your apostles. First of all, you must understand this, that in the last days scoffers will come, scoffing and indulging their own lusts and saying, where is the promise of this coming? For ever since our ancestors died, all things continued as they were from the beginning of creation. They deliberately ignore this fact that by the word of God, heavens existed long ago, and an earth was formed out of water, and by means of water, through which the world of that time was deluged with water and perished. But by the same word, the present heavens and earth have been reserved for fire, being kept until the day of judgment and destruction of godless. The word of the Lord. ഭാര്യയെ പരിത്യജിക്കുവാൻ പാടുണ്ടോ? അവിടുന്ന് അവരോട് അരുളി ചെയ്തു, സൃഷ്ടാവ് ആദിയിൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിച്ചു. തന്നിമിത്തം പുരുഷൻ തൻ്റെ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരുമെന്നും അവർ ഇരുവരും ഒരു ശരീരമായി തീരുമെന്നും അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അദ്ദേഹം ഈ മനസ്സമ്മതം ഈ പള്ളിയിൽ വെച്ച് നടത്തുന്നു എന്നുള്ളതാണ്. വേറെ ഒരുപാട് വലിയ പള്ളികളും പള്ളി മുറ്റങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് പാർക്കിംഗ് സൗകര്യങ്ങളും അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഒക്കെ വിട്ടിട്ട് ഈ ചെറിയ പള്ളിയിൽ, അതും ഈ പള്ളിയുടെ നടുക്ക് ഒരു തൂണുമുണ്ട്. ഇപ്പോൾ മധുബഹായിക്ക് ഒരു തടസ്സമായി ഒരു തൂണും. ഇപ്പോൾ ഈ പള്ളിയിൽ അദ്ദേഹം തൻ്റെ മക്കളുടെ ഈ മനസ്സമ്മതം ഇവിടെ നടത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ മാത്രമല്ല ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഈ ഇടവക മുഴുവനും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഈ ഒരു അസൗകര്യത്തിന് ഈ മനസ്സമ്മതം നടത്തുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ഇടവകയിലുള്ള ഇവിടെ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന എല്ലാവരും ഇതറിയുന്നുണ്ട്, ഈ മനസ്സമ്മതം. അവർ വരാത്തവരൊക്കെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടി. അതാണ് ഈ മനസ്സമ്മതത്തിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഇത് ഒരു കുഞ്ഞു പള്ളിയാണെങ്കിലും അധിക ആൾക്കാർക്കൊന്നും ഇരിക്കത്തില്ല. നിങ്ങൾ ഒരുപാട് ഒന്ന് ചെരിഞ്ഞൊക്കെ കൊടുത്താലേ ഉള്ളൂ ഒരാൾക്ക് കയറി വരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് ഒരാൾ ഞെരുങ്ങിയാൽ മാത്രമേ ഒരാൾക്ക് ഈ പള്ളിയുടെ ഫ്രണ്ടിലോട്ട് വരാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് ഈ മനസ്സമ്മതത്തിൽ വിവാഹം എന്ന കൂദാശയിലേക്ക് പ്രവേശിക്കുമ്പോഴും ഇവർ രണ്ടുപേരും ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെരിഞ്ഞു കൊടുക്കണം, ഒന്ന് ഞെരിഞ്ഞു കൊടുക്കണം, മാനസികമായിട്ടൊക്കെ ഒന്ന് ഇരുന്ന് കൊടുക്കണം, മാനസികമായിട്ട് ഞെരുങ്ങി കൊടുക്കണം. ഇതാണ് ഈ വിവാഹമെന്ന കൂദാശയുടെ അർത്ഥമെന്ന് പറയുക. മാത്രമല്ല ഈ പള്ളി ഇവിടെ തുടങ്ങിയത് തന്നെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടും പ്രാർത്ഥനയും ഇതിൻ്റെ പിന്നിലുണ്ട്. നിങ്ങളവർക്കും ഇത്രയും ചെറിയ പള്ളിയോ എന്ന്, ഇതിലും ചെറിയ പള്ളി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരും കണ്ടിട്ട് കാണുകയില്ല. ഞാനിവിടെ വികാരിയായിട്ട് ഇരുന്ന ഒരു 3 മാസമോ മറ്റോ ഞാൻ ഈ ചെന്നൈയിൽ വന്നയിടയ്ക്ക് ആദ്യമായിട്ട് ഇവിടെയാണ് വികാരിയായിട്ടിരുന്നത്. ഇപ്പോൾ ഞാനിങ്ങനെ ഇച്ചിരി കൃത്യനിഷ്ഠയൊക്കെയുള്ള ആളായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയില്ല. ഇപ്പോഴാരോ പറഞ്ഞു അച്ഛനെ ഇവിടുന്ന് മാറ്റും. അപ്പം ഞാൻ നോക്കിയപ്പം മാറ്റിയാലും കുഴപ്പമില്ല, ഇതിലും ചെറിയ പള്ളിയിലോട്ട് എന്നെ ആരും വിടാൻ പോണില്ല. ഇപ്പോൾ സ്നേഹമുള്ളവരെ, ഇത് നല്ല പള്ളിയാണ്. അപ്പം ഇങ്ങനെ ഞെരുങ്ങി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഞെരുങ്ങിയ മനസ്സോടുകൂടെ ജീവിക്കുമ്പോഴും ഒക്കെ അതിന് ഒരുപാട് അർത്ഥമുണ്ട്.
നമ്മുടെ നീന, അലൻ, ഇവര് ഇങ്ങനെ അടുത്ത ഒരുക്കത്തിലേക്ക് പ്രവേശിക്കുകയാണ് വിവാഹത്തിൻ്റെ. നമ്മളിതിനായി എൻഗേജ്മെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ മലയാളത്തിലെ ഒത്തുകല്യാണ്. അത് ലോപിച്ച്, ഈ ഒത്തുകല്യാണ് ലോപിച്ച് ഒക്ക എന്ന നാട്ടിലേക്ക് പറയും. ഒക്കെയാണ് എന്ന് വെച്ചാൽ ഒത്തു കല്യാണമാണ്, എന്ന് വെച്ചാൽ ഒത്തു നോക്കുകയാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ഒത്തു നോക്കുകയാണ്, ഒത്തു വരുമോ എന്ന് നോക്കുകയാണ്. അപ്പോൾ ഒത്തുകല്യാണം നടന്നു എന്നതുകൊണ്ട് കല്യാണം നടക്കുമെന്ന ഒരു ഉറപ്പുമില്ല. എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കല്യാണം വേണമെന്ന് വെക്കാം, ഒരു വിഷയവും ഇല്ല. അപ്പോൾ ഞാൻ സഭയുടെ പ്രതിനിധി എന്ന നിലയിലാണ് അത് നിങ്ങളോട് പറയുക. അപ്പോൾ ഈ ഒത്തുകല്യാണം, മനസ്സമ്മതം എന്ന് പറയുന്നത് അതൊരു അപ്പസ്തോലിക് ട്രഡീഷനാണ്. അപ്പസ്തോലന്മാരുടെ കാലം മുതൽ മാർത്തോമ സഭയില്, നമ്മുടെ സഭയില്, സീറോ മലബാർ സഭയില് പ്രത്യേകിച്ച് ഇത് പിന്തുടർന്നു വരുന്ന ഒരു കാര്യമാണ്. ബാൻസ്, അതായത് വിളിച്ചു ചൊല്ലല്, 3 പ്രാവശ്യം വിളിച്ചു ചൊല്ലുന്നു, ഒത്തുകല്യാണ്, മനസ്സമ്മതം നടത്തുന്നു. ഇതൊക്കെ നമ്മുടെ സുറിയാനി ക്രൈസ്തവർക്ക് യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയതാണ്. നമുക്കറിയാം, യോസേപ്പിതാവും പരിശുദ്ധ അമ്മയും മനസ്സമ്മതത്തിന് ശേഷം 1 വർഷത്തിന് ശേഷമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുക. മനസ്സമ്മതം കഴിഞ്ഞ് 1 വർഷം ആയപ്പോഴാണ് അവര് വിവാഹ ജീവിതത്തിലേക്ക്, ഭർതൃഗൃഹത്തിലേക്ക് മടങ്ങിപ്പോയത് എന്നാണ് നമ്മുടെ ബൈബിൾ പണ്ഡിതന്മാര് പറയുക. അത് ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ മാരിയേജ്, കല്യാണം എന്ന് പറയുന്ന വാക്ക് തന്നെ അത് ഇംഗ്ലീഷിൽ നമ്മൾ മാതൃമണി എന്ന് പറയും. ഞാൻ ഇവരെയൊക്കെ ക്ലാസ് എടുത്തപ്പോഴേ പഠിപ്പിച്ചതാണ്. നമ്മുടെ നീന, അലനുണ്ടായിരുന്നോ എന്നെനിക്ക്, അലനും ഉണ്ടായിരുന്നു. അപ്പോൾ പ്രീ കാന കോഴ്സിന് വന്നപ്പോൾ ഞാൻ അവരെ പഠിപ്പിച്ചതാണ് മാതൃമണി. മാതൃ എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം മദർ എന്നാണ്. അതൊരു മദർ, മാത്തർ എന്ന വാക്കിൽ നിന്നാണ് മാതൃ എന്ന പദം വരിക. മോനി എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം ഓഫീസ് എന്നാണ്. ഓഫീസ് എന്ന് വെച്ചാൽ മദറിന്റെ ഓഫീസ്, അമ്മയുടെ ഓഫീസാണ് ഈ മാതൃമണി എന്ന് വെച്ചാൽ. വീടെന്ന് പറയുന്നത് അമ്മയുടെ ഓഫീസാണ്. അമ്മ കഞ്ഞി തന്നാൽ കുടിക്കാം. പിന്നെ അമ്മ പറയുക ഇപ്പം കഞ്ഞിയില്ല, 1 മണിക്കൂർ കഴിയും. 1 മണിക്കൂർ കഴിയും, അമ്മയുടെ ഓഫീസാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് ഈ മാതൃമണി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇനി നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ സഭയിൽ എപ്പോഴും കേൾക്കുന്നതാണ് കവനന്റ്, ഉടമ്പടി, അല്ലേ? ഉടമ്പടി, ഇതൊരു ഉടമ്പടിയാണ്. വിവാഹം എന്ന് പറയുന്നത് ഒരു ഉടമ്പടിയാണ്. അതൊരു എഗ്രിമെന്റ് അല്ല, ഒരു കോൺട്രാക്റ്റ് അല്ല. കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റാണ്, അല്ലേ? കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട്. നീ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ഇരിക്കും. നീ ഇങ്ങനെ ഇരിക്കുകയാണ്, ഞാൻ അങ്ങനെ ഇരിക്കും എന്ന് വെച്ചാൽ ഡിമാൻഡ്സ് വെക്കും കോൺട്രാക്റ്റിനകത്ത്. അപ്പോൾ മാത്രമല്ല, അത് ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം എന്ന് വെച്ചാൽ കുറച്ച് നാളത്തേക്ക്, 10 വർഷത്തേക്ക് ഞാൻ നിന്നെ കെട്ടി കല്യാണമൊക്കെ കഴിച്ച് താമസിച്ചോളാം എന്ന് പറയുന്നതാണ് കോൺട്രാക്റ്റ്. കവനന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു കവനന്റ് ആണ്. അതായത് അബ്രാഹവും ദൈവവും തമ്മിലുള്ള കവനന്റ്, ഉടമ്പടി, അതൊരു ഉടമ്പടിയായിരുന്നു. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു ഉടമ്പടിയാണ്. ഇറ്റ് ഈസ് എ കവനന്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ വിവാഹം എന്ന കൂദാശിയും ഒരു ഉടമ്പടിയാണ്. ഉടമ്പടി, കവനന്റ്. കവനന്റ് എന്ന് പറയുന്നത് അതിനകത്ത് ഡിമാൻഡ്സ് ഒന്നുമില്ല. ഒരുപക്ഷെ ഒരു 5 വർഷം കഴിയുമ്പോൾ, വിവാഹത്തിന് ശേഷം ദമ്പതികളിൽ ഒരാളുടെ ദേഹത്ത് വെള്ളപ്പാണ്ടുകളൊക്കെ പ്രത്യക്ഷപ്പെടും. എന്നാ പാണ്ഡുരോഗം? എന്നാ നിനക്ക് പാണ്ഡുരോഗമല്ലേ, ഞാൻ പോയേക്കാം. പാണ്ഡുരോഗമല്ല, വട്ടു പിടിച്ചാലും ഒന്നിച്ച് മരണം വരെയും ജീവിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ഡിമാൻഡ്സ് ഇല്ല. വിവാഹത്തിന് ശേഷം ഭൂമി കുലുങ്ങിയാലും എന്തു തന്നെ സംഭവിച്ചാലും, വെള്ളപ്പൊക്കം വന്ന് വീട് ഇടിഞ്ഞു വീണാലും, ഭൂകമ്പം ഉണ്ടായി എല്ലാം തകർന്നാലും, വഴിയാധാരമായാലും, എന്ത് സംഭവിച്ചാലും, കുഷ്ഠം പിടിച്ചാലും ഒന്നിച്ച് മരണം വരെയും ജീവിച്ചു കൊള്ളാം എന്നുള്ളതാണ് ഉടമ്പടി.
അതിനകത്ത് ഡിമാൻഡ്സ് ഒന്നുമില്ല. അതിനകത്ത് ഒരു പീരിയഡ് ഞാൻ ഇത്ര വർഷത്തേക്കേ ഉള്ളൂ എന്നും പറയുന്നില്ല, മരണം വരെ. ഇതാണ് ഈ വിവാഹം എന്ന് പറയുന്ന ഉടമ്പടി, അതിൻ്റെ ഈ ഉടമ്പടിയുടെ അർത്ഥവും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത ഒരുക്കത്തിലേക്ക് ഇവര് പ്രവേശിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. വീണ്ടും ഇത് പരിശുദ്ധ ത്രിത്വത്തിന്റെ മാതൃകയിലാണ് വിവാഹം എന്ന് പറയുന്ന ആ കൂദാശ സജ്ജമാക്കിയിരിക്കുക. നമുക്കറിയാം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ ഐക്യം. പിതാവിനെ ആരാധിക്കുന്നവൻ അതേ സമയം തന്നെ പുത്രനെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുന്നവൻ അതേ സമയം തന്നെ പുത്രനെയും ദൈവപിതാവിനെയും വിളിച്ചപേക്ഷിക്കുന്നു. എന്നുവെച്ചാൽ പുത്രനോട്, യേശുവിനോട് പ്രാർത്ഥിച്ചിട്ട് ഇനി പിതാവായ ദൈവം പിണങ്ങിക്കാണും, അല്ലെങ്കിൽ അൽഫോൻസാമയോട് പ്രാർത്ഥിച്ചിട്ട് യോസേപ്പ് പിതാവും മാതാവും ഇവിടെ പിണങ്ങിയിരിക്കുകയായിരിക്കും. അങ്ങ് ചിന്തിക്കേണ്ട കാര്യമില്ല. അൽഫോൻസാമയോട് പ്രാർത്ഥിക്കുന്നതും യോസേപ്പ് പിതാവിനോട് പ്രാർത്ഥിച്ചാലും എല്ലാ വിശുദ്ധരുടെ ഐക്യമാണ് അവിടെ. വിശുദ്ധരെല്ലാവരും അവിടെ സന്തോഷിക്കുന്നുണ്ട്. നമ്മൾ ഈ ഹൈന്ദവരെ പോലെ എല്ലാ രൂപത്തിന്റെയും മുന്നിലൂടെ ഓടി നടക്കേണ്ട കാര്യമില്ല. ഐക്യം, അത് ആ പരിശുദ്ധ ത്രിത്വത്തിന്റെ ഐക്യം അവിടെ ഉണ്ട്. എന്ന് വെച്ചാല് പുത്രൻ പിതാവിനേക്കാൾ വലിയവനല്ല, പരിശുദ്ധാത്മാവ് പുത്രനേക്കാൾ വലിയവനല്ല. മൂവരും ഒരുപോലെയാണ്. ഇതാണ് സഭ നമ്മളെ പഠിപ്പിക്കുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെയാണ്, ഐക്യത്തിലാണ്. എന്നുവെച്ചാല് പിതാവ് പുത്രനേക്കാൾ വലിയവനല്ല, അല്ലെങ്കിൽ പുത്രൻ പിതാവിനേക്കാൾ വലിയവനല്ല എന്ന് പറയുന്നത് പോലെ പുരുഷൻ സ്ത്രീയേക്കാൾ വലിയവനല്ല, സ്ത്രീ പുരുഷനേക്കാൾ വലിയവളുമല്ല. എന്ന് വെച്ചാൽ നമ്മൾ പരസ്പരം വലിയവരായി കാണുന്നു എന്നുള്ളതാണ്. ഭാര്യ ഭർത്താവിനെ വലിയവനായി കാണുന്നു, ഭർത്താവ് ഭാര്യയെ വലിയവളായി കാണുന്നു. ഇതാണ് പരസ്പരം വലിയവരായി കാണുന്നു. ഇതാണ് ഈ വിവാഹ ജീവിതത്തിന്റെ അർത്ഥം എന്ന് പറയുക. വീണ്ടും നമുക്കറിയാം, നമ്മുടെ ഭാഗവച്ചൻ വികാരിച്ചൻ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇവര് വലിയ ശാന്തരാണ് രണ്ടുപേരും. ആൾക്ക് കൃത്യമായിട്ട് പിടികിട്ടി. രണ്ടുപേരും ഭയങ്കര ശാന്തരാണ്, സൽസ്വഭാവികളാണ്, വേദപാഠം പഠിപ്പിക്കുന്നവരൊക്കെയാണ്, പാട്ട് പാടുന്നവരൊക്കെയാണ്. ഇതൊക്കെ വികാരിച്ചും പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തത് ഇതാണ്, ഒരു പക്ഷേ ഇവര് ശാന്തരായതുകൊണ്ട്, ഇനിയിപ്പോൾ ഉള്ള സാധ്യത ഇവര് ശാന്തരായതുകൊണ്ട് ഇവരുടെ മാതാപിതാക്കന്മാര് ഇവരുടെ ശാന്തത ഒന്ന് മാറ്റാൻ വേണ്ടി ഇടയ്ക്ക് സ്ക്രൂ വെച്ചോണ്ടിരിക്കും. ഇവര് ശാന്തരാണല്ലോ, ഇവരെ ഒന്ന് ഇളക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് മാതാപിതാക്കന്മാര് ഇങ്ങനെ സ്ക്രൂ വെക്കും. കാരണം ഈ ശാന്തത അത്ര നല്ലതല്ലല്ലോ എന്ന് കരുതി. അപ്പൊ അതാണ് ഞാനിവിടെ ഈ ചെന്നൈയിൽ വന്നിട്ട് 2 വർഷമായി. ഇതിനിടയ്ക്ക് ഒരു 12 വിവാഹമോചനമാണ് കൊടുത്തത്. അപ്പൊ ഈ കൊടുത്തതിനകത്തെല്ലാം ഈ ഭാര്യയും ഭർത്താവും ശാന്തരായി. അപ്പോഴതുകൊണ്ട് ഈ ശാന്തരായവരെ എന്ത് ചെയ്യും? മാതാപിതാക്കന്മാരാണ് എല്ലാ വിവാഹമോചനത്തിന്റെയും ഉത്തരവാദികള്. അവരാരും ഇതിനകത്ത് പങ്കില്ല. ഈ വിവാഹം കഴിച്ച വ്യക്തികൾക്ക്, ഭാര്യയ്ക്കും ഭർത്താവിനും അതിനകത്ത് ഒരു പങ്കുമില്ല. ഇതിന്റെ കാരണക്കാർ അവസാനം പിടിച്ച് സംഗതി ഇങ്ങനെ കയറി ചിന്തിച്ച് ചോദിച്ച് വന്നു കഴിയുമ്പോ ഈ ഒന്നെങ്കിൽ ഭർത്താവിന്റെ അപ്പനും അമ്മയായിരിക്കും, അല്ലെ ഭാര്യയുടെ അപ്പനും അമ്മയായിരിക്കും. എന്താന്ന് ചോദിച്ചാ, ഈ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കിനും ഭാര്യ ഭർത്താവിനോട് പറയും, നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ. അപ്പോഴും ഭർത്താവ് എന്ത് ചെയ്യും? പപ്പ, ഞങ്ങൾ 2 പേരും കൂടെ സിനിമയ്ക്ക് പൊക്കോട്ടെ. അത്ത ചോദ്യത്തില് വെടി തീരും. കാരണം ഭാര്യ ചിന്തിക്കുന്നത് ഇതാണ്, എൻ്റെ ഭർത്താവിന് നട്ടലില്ലാത്തവനാണ്. കാരണം അവനോട് ഒരു സിനിമയ്ക്ക് പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പം തന്നെ അവൻ അപ്പന്റെ അനുവാദത്തിന് പോയി. സ്നേഹമുള്ളവരെ, ഇതുപോലെ തന്നെയാണ്
ഈ ഭാര്യയുടെ വീട്ടിൽ ഭർത്താവ് ചെല്ലുമ്പോഴും എന്തെങ്കിലും കുനിഷ്ട് അവിടെ അങ്ങ് ഒപ്പിക്കും. പിന്നെ ആദ്യത്തെ ആ ചിന്തയുമെല്ലാം പേറിയാണ് ഇവരിങ്ങനെ നടക്കുക. എന്നിട്ട് ആദ്യം കിട്ടിയ അനുഭവം വെച്ച് അതിന് തത്തുല്യമായ എന്തെങ്കിലുമൊക്കെ മറുപടിയും ഈ സ്ക്രൂ വെച്ച് പറച്ചിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. അപ്പൊ ഏത് ശാന്തതയുള്ള ആളുകളും ഈ പുലികളായി മാറുകയാണ്. ഇപ്പോൾ നമ്മള് ചിന്തിക്കേണ്ടത് ഇതാണ്, മാതാപിതാക്കന്മാര് ഒരിക്കലും മക്കള് വിവാഹം കഴിച്ചു കഴിയുമ്പോൾ അവരുടെ ഒരു കാര്യത്തിലും ഇടപെടരുത്. പ്രത്യേകിച്ച് പണ്ടത്തെ കാലം പോലെയല്ല, ഇപ്പോഴത്തെ കാലം ഒരുപാട് മാറി. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം അനുവദിച്ചങ്ങ് കൊടുക്കുക. അവരെവിടെയും പൊക്കോട്ടെ, സിനിമയ്ക്ക് പോവുമോ, അവർ ഹോട്ടലിൽ പോയി കഴിക്കുവോ, എന്ത് വേണേലും ചെയ്തോട്ടെ. അവരുടെ ശാന്തത കളയാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴവർ ശാന്തരാണ്, നല്ല കാര്യമാണ്. അവരുടെ ശാന്തതയെ നമ്മൾ ചൂഷണം ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല, ഒരു കുടുംബത്തിലേക്ക് ഒരു പെങ്കൊച്ച് വിവാഹം ചെയ്ത് ചെന്ന് കഴിയുമ്പോൾ അവിടെ ആദ്യം സംഭവിക്കേണ്ടത് ആ വീട്ടിലെ അമ്മയും ഭർത്താവിൻ്റെ അമ്മയും ഈ മകളും തമ്മിലുള്ള ഒരു യുദ്ധമായിരിക്കണം. ഞാൻ പറഞ്ഞത് യുദ്ധം ചെയ്യാനല്ല, മറിച്ച് ആ യുദ്ധം എന്ന് പറയുന്നത് ഒരു പക്ഷേ എക്സാമ്പിളായിട്ട് പറയുമ്പോൾ നീന ചെന്ന് കഴിയുമ്പോൾ നിങ്ങളൊരു വണ്ടിയെ കയറുക, ഭർത്താവായിരിക്കും ചിലപ്പം അത് ഓടിക്കുക, വണ്ടി ഓടിക്കുക. അപ്പോഴെന്ത് ചെയ്യണം? അമ്മയോട് പറയണം ഭർത്താവിൻ്റെ അടുത്തിരിക്കാൻ, ആ ഫ്രണ്ട് സീറ്റിൽ, എന്നിട്ട് ബാക്കി പോയിരിക്കണം. അപ്പം അമ്മ പറയും വേണ്ട മോളിരുന്നോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം. അതാണ് ഏറ്റവും നല്ല സൈൻ. അങ്ങനെയുള്ള കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടക്കണം. എന്ന് വെച്ചാൽ പരസ്പരം അംഗീകരിക്കുക. എന്ന് വെച്ചാൽ കുടുംബങ്ങളിൽ അപ്പനും അമ്മയ്ക്കും വേണ്ട സ്ഥാനം നിങ്ങൾ രണ്ടുപേരും അങ്ങ് കൊടുത്തേക്കുക. അപ്പനും അമ്മയ്ക്കും വേണ്ട സ്ഥാനം മക്കളും മരുമക്കളും കൊടുത്തു കഴിയുമ്പോൾ അതാണ് സ്വർഗം. അല്ലാതെ എൻ്റെ സ്ഥാനം ഞാൻ ഇങ്ങ് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥാനത്ത് കയറിയിരിക്കുവല്ല, സ്ഥാനമാനങ്ങളെ വീട്ടിൽ കൊടുക്കുക. അതാണല്ലോ നമ്മുടെ സഭയിലും പ്രശ്നം. ഇതാ, സ്ഥാനമാനം കൊടുക്കാൻ തയ്യാറല്ല. അത് അച്ഛന്മാരും അതെ, മെത്രാന്മാരും അതെ, സ്ഥാനം കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോഴ് സ്ഥാനം അങ്ങ് കൊടുത്തേക്കുക. ഇപ്പോഴാ സ്ഥാനം ഈ അമ്മയുടെ ഓഫീസാണല്ലോ കുടുംബം. ആ ഓഫീസ് അമ്മയ്ക്ക് തന്നെ അങ്ങ് കൊടുത്തേ കേട്ടോ. അമ്മയുടെ ആ ഓഫീസ് എൻക്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഇതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പരസ്പരം അംഗീകരിച്ച് ജീവിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനിയും ഈ വിവാഹത്തിന്റെ അടുത്ത ഒരുക്കത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുക. അകന്ന ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു, ഇത് അടുത്ത ഒരുക്കമാണ്. ഇനിയുള്ള നാളുകൾ വിവാഹത്തിനു വേണ്ടി ആ കൂദാശ സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ വരവിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണ്. അതുകൊണ്ട് ഈ വിവാഹത്തിന് ഒരു വിശാലമായ അർത്ഥമുണ്ട്. എന്താണ്? സ്ത്രീ പുരുഷനെ വിവാഹം ചെയ്യുമ്പോൾ പുരുഷനെ മാത്രമല്ല അവൻ്റെ കുടുംബം മുഴുവനെയും വിവാഹം ചെയ്യുകയാണ്. ഇതാണ് വിവാഹത്തിൻ്റെ വിശാലമായ അർത്ഥം. എന്ന് വെച്ചാൽ ഒരു പെങ്കൊച്ച് ഒരു പുരുഷനെ വിവാഹം ചെയ്യുമ്പോൾ ആ വ്യക്തിയെ മാത്രമല്ല, ആ വ്യക്തിയുടെ അപ്പൻ, ആ വ്യക്തിയുടെ അമ്മ, ആ വ്യക്തിയുടെ സഹോദരങ്ങൾ, കൊച്ചുമക്കൾ, ആ വീട്ടിലുള്ള എല്ലാവരെയും, ആ വീടിരിക്കുന്ന അയൽവാസികളെയും, ആ വീടിരിക്കുന്ന അവരുടെ ഇടവകയെയും, സഹോദരങ്ങളെയും, അയൽവാസികളെയും, ആ ദേശത്തെയും, ആ സംസ്കാരത്തെയും, ആ പാരമ്പര്യങ്ങളെയും എല്ലാം, ആ ടേസ്റ്റ്, അവരുണ്ടാക്കുന്ന കറി അതുപോലും എനിക്ക് ഇഷ്ടമായി വരണം. അപ്പൊ ഇതാണ് വിവാഹത്തിന്റെ വിശാലമായ അർത്ഥം എന്ന് പറയുക. ഭർത്താവിന്റെ കുടുംബത്തിലെ ഡ്രസ്സ് എന്ന് വെച്ചാൽ അവർക്കൊരു പ്രത്യേക കളറുകളൊക്കെ ഇഷ്ടമായിരിക്കും. ഞാനും ആ കളറിനോട് പോലും ചേർന്ന് പോകും. അവർക്ക് ചില കറികളോട് ഇഷ്ടമായിരിക്കും, ചിലപ്പോൾ മുളക് പൊട്ടിച്ചതായിരിക്കും ഇഷ്ടം. അപ്പൊ ആ മുളക് പൊട്ടിച്ചത് പോലും ആ കപ്പ അല്ലെങ്കിൽ അത് ആ അപ്പം അല്ലെങ്കിൽ ആ ദോശ, ആ പ്രത്യേക ടൈപ്പിലുള്ള ചിലപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ അവസാനം കീറി മുറിച്ച് ഇളക്കി ഇങ്ങോട്ട് ഇടുവായിരിക്കും.
ചിലപ്പോൾ അതായിരിക്കും, ഞാൻ പിന്നെ അത് ഇഷ്ടപ്പെടേണ്ടി വരും. ദോശ ഉണ്ടാക്കാൻ അറിയത്തില്ലാത്ത വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ദോശ പ്രത്യേക രീതിയിലുള്ള പ്രത്യേക ഷേപ്പിലുള്ള ആ ദോശ പോലും ഇഷ്ടമായി വരികയാണ്. അപ്പോൾ ആ ഭർത്താവിൻ്റെ വീട്, കുടുംബ പാരമ്പര്യങ്ങള്, സംസ്കാരം, ഇടവക എല്ലാം അതെല്ലാം അങ്ങ് സ്വീകരിക്കുകയാണ്. അപ്പൊ അതാണ് വിവാഹം എന്ന കൂദാശയുടെ അർത്ഥം. ആ ഭർത്താവിനെ മുഴുവനായും ആ കുടുംബത്തെ മുഴുവനായും അങ്ങ് സ്വീകരിക്കുകയാണ്. അപ്പോഴ് അങ്ങനെ ആ ഭർത്താവിൻ്റെ വീടുമായി ഉൾച്ചേർന്ന് പോകുന്ന ഒരു സ്ത്രീ എന്താ പറയും, ഭർത്താവ് പറയും, നീ വീട്ടിൽ നിന്നും പോകുന്നില്ലേ, ഇപ്പോൾ 5-6 മാസമായല്ലോ, വലിയ കാര്യമൊന്നുമില്ല, അങ്ങനെ പറയുന്ന വിധത്തിലാവണം. ഇതാണ് ഈ കുടുംബം, ഈ വിവാഹം. അപ്പം ജോസഫ് ചേട്ടൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയേക്കരുത് കേട്ടോ. അപ്പോഴ് ഇതാണ് ഈ വിവാഹത്തിന്റെ അർത്ഥം. അപ്പോഴ് അങ്ങനെ പോയി ഈ ജോസഫ് ചേട്ടന്റെ മകള് ഇവരുടെ വീട്ടിൽ ചെന്ന് പിന്നീട് വിവാഹം എല്ലാം കഴിഞ്ഞ് ജീവിക്കുമ്പോഴ് എൻ്റെ മകള് വളരെ സന്തോഷമായിട്ട് ആ കുടുംബത്തിന്റെ കറിയും അവിടുത്തെ കഞ്ഞിയും എല്ലാം കുടിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ ജോസഫ് ചേട്ടൻ അകന്ന് നിന്ന് ചിരിക്കും, സന്തോഷിക്കും. മകള് സന്തോഷമായിട്ട്, അതായത് അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഈ മകൾ ഓടി ഓടി അങ്ങോട്ട് ചെല്ലും. അതാണ്. അപ്പം എപ്പോഴും വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ആഴ്ച ഒരിക്കൽ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് അത് ഉൾച്ചേർന്നിട്ടില്ല എന്നാണ്, ചേർന്ന് പോയിട്ടില്ല, അത് അന്തർലീനമായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഒരു മകളുടെ സന്തോഷം അനുഭവിക്കുവാനായിട്ട് ഇവർക്ക് ഈ കുടുംബാംഗങ്ങൾ, ജോസഫ് ചേട്ടനും കുടുംബാംഗങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും വിവാഹത്തിനായിട്ട് ഒരുങ്ങുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാ അച്ഛന്മാരുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും ഈ ഇടവകയുടെയും പ്രാർത്ഥനകൾ ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിവാഹിതൻ ആഗ്രഹിക്കുന്നത് സ്വമനസാലെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ വിവരം പരസ്യമായി അറിയിക്കുവാനുള്ള ഒരു അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് നിങ്ങളുടെ മനോഹരം നിങ്ങൾ പ്രകടിപ്പിക്കുവാൻ സഭയുടെ നടപടിയും അനുസരിച്ച് നീയെ ഭാര്യ സ്വീകരിക്കുവാൻ സമ്മതമാണോ? മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് ആദിനെ ഭർത്താവായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? സാക്ഷി, നിങ്ങൾ ഇതിന് സാക്ഷികളാണല്ലോ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിവാഹ ജീവിതം വിജയപ്രദമായി നയിക്കുവാൻ സാധിക്കുമല്ലെന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങനെ സ്വർഗീയ ചൈതന്യം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഈ യുവാക്കന്മാരെ തൃക്കൺപാക്കണമേ. ജീവിതത്തിന്റെ എല്ലാ ദിവസവും തുണയും സങ്കേതവും നൽകി അവരെ നയിക്കുവാനാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളെ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും മറ്റു വിശ്വാസത്തോടും കൂടെ പരിഗണന ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയുടെ ആത്മാവോടുകൂടെ.
സഹോദരരെ വിശിയുടെ സ്നേഹത്തിന് സമാധാനം നൽകുകയും വിശുദ്ധവും സജീവമായ തിരുകർമ്മം പ്രത്യാശപൂർവ്വം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധരമരൂപികളുമായ ക്രോവന്മാരോടും ശ്രഭ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, റോമായിലെ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മാർ സെബാസ്റ്റ്യൻ മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമാകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശം കാത്തിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലാച്ച് കുമ്പിടുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിലൂടെ നാമസ്ഥിതിനെ ആസ്വദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാവങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള പ്രത്യാശിക്കും നിന്റെ പ്രതിപ്രതി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനീയവും വിസ്മയവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ മൂല്യരക്തത്തെ രക്ഷിക്കപ്പെട്ട സമയം സന്തോഷത്തോടും പ്രത്യാശയോടുകൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും. സജീവവും പരിശുദ്ധവും ജീവിതായുമായ നാമത്തിന്
സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവിതായുഗവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായുഗവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവത്തിൻ കുഞ്ഞാടിന ഈ ഭൂവിനായി ദൈവം നൽകും ജീവന്റെ അപ്പമിതാ. ഈ ലോക പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിന ഈ ഭൂവിനായി ദൈവം നൽകും ജീവന്റെ അപ്പമിതാ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന എന്നും എന്നേരവും ആരാധന. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരോടെ സമീപിക്കാം. അനുതാപത്തിനോളം ശരണത്തോടെ അപരാധി പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തിന് ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുക. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരം കുഴപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവന് കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുകളെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ വീഴാനിടയാതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും ആകും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ.
എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. ഇത് പാപികളെ വിശദീകരിക്കുന്ന വിശുദ്ധ ബലിയാവുന്നു. സ്വർഗീയ ഭക്ഷണം മരണത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ഒഴുകി വന്ന പാനീയമാകുന്നു. ദൈവപുത്രൻ തന്റെ കരുണയാൽ നമുക്ക് വേണ്ടി വിഭജിച്ചിരുന്ന തന്റെ ശരീരമാകുന്നു. കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതത്തിൽ നിന്നുള്ള ആരാധ്യമായി ഗാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. സകലേശൻ പിരവോടു നമ്മിൽ ഘോഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യം പങ്കിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവരെ നിവസിക്കും, അവരിൽ ഞാനും നിശ്ചയമായി. വിധിയിൽ വീഴാത്തവരെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായ സമരേകും ഞാൻ ദേവം നാദനരുൾ ചെയ്തു. ജീവൻ നൽകും സത്യമാ
ഇപ്പോഴുമേ എപ്പോഴുമേ എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കാരണമാകട്ടെ ഇങ്ങനെ ബലിയർപ്പിക്കുക ഞങ്ങൾ വരുമ്പോൾ നീനെ നമുക്ക് സമർപ്പിക്കാം. ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക്, ഇവരുടെ ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറഞ്ഞ് കൃതജ്ഞതാസ്തോത്രം ആലപിക്കും. ആരാധിക്കുന്നു പാരാവേ, ആരാധിക്കുന്നു പാരാവേ. ദൈവദൂതന്മാരെ വരും, പിന്നെ സ്വർഗവാസികൾ സർവരും, സ്വർഗവും വൃന്ദവും സ്വർഗ സംഗീതം മീട്ടുന്നു. സൈന്യാധീശനായിടും ദൈവം സംശുദ്ധൻ സംശുദ്ധൻ സംശുദ്ധൻ, നിത്യം സംശുദ്ധൻ സംശുദ്ധൻ. ഭൂവും വാനവും തന്മഹിമയ തിങ്ങിടും നല്ലോ സന്തതം. ശ്രീയേഴും ദിവ്യ പ്രേഷിതർ ധന്യം, ദിവ്യന്മാർ വേദ സാക്ഷികൾ, നിത്യാനന്ദ പ്രതാപമാനങ്ങ് വാഴ്ത്തിയിടുന്നു നിരന്തരം, വാഴ്ത്തിയിടുന്നു നിരന്തരം. നിസ്തുലൻ പ്രഭപൂരിതൻ താതാ നിത്യനാമേക സോനുവേ, പാവനാത്മത്രിയേക ദൈവമേ സ്തോത്രമെന്നും എന്നേക്കുമേ. ലോകമാകവേ പാവനം സദാ കീർത്തിക്കും നങ്ങി സാദരം, കീർത്തിക്കും നങ്ങി സാദരം. ജനങ്ങളെ ആശിസേകളെ നിത്യവും നീ മരിക്കുക നിഞ്ചനങ്ങളെ ഉന്നതിയവർക്കേകണേ. നിത്യവും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു പാവനാമം താതാ നീ, പാവനാമം താതാ നീ. നിന്നു ഞങ്ങളിൽ പാപമേശായ നിന്നനുഗ്രഹം നൽകണേ. ആശ്രയിച്ചിവർ തീവ്രമായങ്ങിൽ തിങ്ങും കാരുണ്യം പുൽകുവാൻ, അർപ്പിച്ചു നിന്നിലാശ സർവവും ദേശം ലജ്ജിക്കയില്ല ഞാൻ, ദേശം ലജ്ജിക്കയില്ല ഞാൻ. കാരുണ്യവാനും അനുഗ്രഹദായകനുമായ ദൈവമേ, അങ്ങയുടെ തിരുസുതൻ സ്ഥാപിച്ച വിവാഹം എന്ന കൂദാശ വഴി വിശുദ്ധമായ കുടുംബജീവിതം ആരംഭിക്കുന്ന ഇവരെ ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ അങ്ങ് ഇവരുടെ മാതൃകയും വഴികാട്ടിയുമായിരിക്കണമേ. ആത്മീയവും ശാരീരികവുമായും ഭൗതികവുമായ അനുഗ്രഹദാനങ്ങൾ സമൃദ്ധമായി ഇവർക്ക് നൽകണമേ. തിരുകുടുംബത്തിന്റെ മാതൃകയിൽ ജീവിക്കുവാനും വിശ്വാസം, ശരണം, സ്നേഹം എന്ന പുണ്യങ്ങളിലും മറ്റു ക്രിസ്ത്യ സുഹൃത്തുക്കളിലും അനുദിനം വളർന്നു വരുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ നന്ദി പറയാനായിട്ട് മേരി ടീച്ചറെ വിളിക്കുകയാണ് സ്നേഹപൂർവ്വം. I want to thank the God Almighty
for making this day prayerful and joyful in the presence of God. On behalf of Alan's and Nina's family, I, Nina's mother, take the stand to thank Reverend Father Franco, the parish priest of Alfonsa Church. He stands as a role model for his extraordinary charm, a quality which makes us feel at home in this parish. My thanks also goes to Reverend Father Bobby, the Chancellor of Osur Diocese, a gentle apostle of peace, who through his sermon made us raise our minds and hearts to God. My next thanks goes to Reverend Father Jose SDB, the former provincial. He is a person of courage and inner strength who emphasizes the need to live in the presence, facing the duty in the hand. Thank you, Father. My thanks goes to Reverend Father Thomas, who is a part of the Divine Mercy Church, Ananagar, radiating with joy, kind and friendly, and volunteers to help all at time. My thanks also goes to all the sisters of the Salesian family who took the role of the disciple relationship. My thanks also goes to all the family members and friends who made us feel loved and prove the dignity of human relationship. Please join us for this festive dinner at Hotel Vijay Park. Thank you once again. Nandi. പ്രാർത്ഥിക്കുന്നു നല്ലൊരു കുടുംബജീവിതം. ഇവരെന്നോട് പറഞ്ഞിരിക്കുന്നത് നല്ലൊരു കുടുംബജീവിതം നയിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് നയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള എല്ലാ അറിവുകളും നിങ്ങളുടെ കുടുംബജീവിതത്തിന് സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ജോസഫേട്ടൻ്റെ ലക്ഷ്യമാണ് ഒരു 2-3 മാസമായി ജോസഫേട്ടൻ തൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചീറി പാഞ്ഞ് നടക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ജോസഫേട്ടൻ ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോസഫേട്ടൻ തൻ്റെ മകളെ ഏൽപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾ നല്ല മാതാപിതാക്കളാണ്, അത് ഞങ്ങൾക്കറിയാം. എന്നിരുന്നാലും നിങ്ങൾ നന്നായിട്ട് നോക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. പണികളെല്ലാം അറിയാമെന്നാണ് മമ്മി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നമസ്കാരം ഞാൻ കേൾക്കാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു പണികളെല്ലാം അറിയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചെന്നൈയിൽ ജീവിക്കുന്നതുകൊണ്ട് ഞാനടക്കം നേരം വൈകിയാണ് എഴുന്നേൽക്കുന്നത്. അതൊരു ശീലമായിക്കോളും. ഇവിടുത്തെ എല്ലാ പരിപാടികളും ഈവനിങ്ങിലാണ്. അപ്പോൾ ഞങ്ങൾ മോർണിംഗിൽ ഞാനടക്കം നേരം വൈകിട്ടാണ് എഴുന്നേൽക്കുന്നത്. ഇത് തന്നെയാണ് നീനയും നേരം വൈകിയാണ് എഴുന്നേൽക്കുന്നത്. കുഴപ്പമില്ല, നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ശീലമായിക്കോളും എന്നുള്ളതാണ്. ഇനി അടുത്തതാണ് വിവാഹം. അടുത്ത വർഷത്തിനുള്ളിൽ നോബലിലെ വിവാഹത്തിലേക്ക് ഞങ്ങളിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവളിങ്ങനെ കഴിഞ്ഞിട്ട് വേണം നോബലിനെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത്. മേരി ടീച്ചറിനെ വളരെ മനോഹരമായിട്ട് നന്ദി പറയുന്നു. ടീച്ചറുടെ സ്കൂളിൽ നിന്ന് വിദ്യാലയത്തിൽ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റേഴ്സിനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ ഒരു ഗാനമാണ്, പ്രിയ പ്രകാശിന്റെ വളരെ മനോഹരമായിട്ടൊരു ഗാനമാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ശ്രദ്ധാപൂർവ്വം ശ്രമിക്കാം. അച്ഛന്മാരൊന്ന് ആശീർവദിക്കുന്നു, ഗാനം ആരംഭിക്കുന്നു. അതിനുശേഷം ഹോട്ടലിലേക്ക് നിങ്ങളെ പോകുന്നു, കുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇത് ഞങ്ങളുടെ ഇന്ന് അലങ്കരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കുടുംബമാണ്. ഞങ്ങൾക്ക് ഏകദേശം ഒരു 75 കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. നാട്ടിൽ നിന്ന് വന്ന് ജോലിക്ക് വേണ്ടി വന്നിരിക്കുന്ന പല സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നവരാണ്. ഒരു കുടുംബമായിട്ട് ഞങ്ങൾ വളരെ മനോഹരമായിട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ അൾത്താരയിൽ വെച്ചിരിക്കുന്ന പൂക്കളെല്ലാം ഇവിടുത്തെ അമ്മമാരാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മാതൃജ്യോതിസുള്ള ജിഷേച്ചി, അതുപോലെ സോളിയേച്ചി, ബെറ്റേച്ചി, അതുപോലെ തന്നെ ഉഷേച്ചി, അതുപോലെ തന്നെ ഷെർലറ്റ്, അവരൊക്കെ കൂടിയിട്ടാണ് ഇത് വളരെ മനോഹരമായിട്ട് ഇവർക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കാറ്റഗീസം ടീച്ചർ ആയതുകൊണ്ട് ഈ ഇടവകയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. കാറ്റഗീസം ടീച്ചർക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ഒരുക്കണം എന്നുള്ളത് അവരുടെ സ്നേഹത്തോട് കൂടിയിട്ട് നന്ദിയോട് കൂടിയിട്ട് ഓർക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഇടവക കുടുംബം എല്ലാവർക്കും വരാനായിട്ട് പറ്റിയിട്ടില്ല. ഇടവക കുടുംബത്തിന്റെ പേരിൽ ആശംസകൾ നേരുന്നു.